എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഏത് തലമുറയിലാണ് കോബോൾ, ആൽഗോൾ, ഫോർട്രാൻ പോലുള്ള ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിരുന്നത്? രണ്ടാം തലമുറ. ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജോൺ വിൻസെൻ്റ് അറ്റൻസോഫ് ആൻഡ് ക്ലിഫോർഡ് ഇ ബെറി. ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? ഫോർട്രാൻ. ഏത് കമ്പ്യൂട്ടർ തലമുറയുമായി ട്രാൻസിസ്റ്ററുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം തലമുറ. ഏത് തലമുറയിലെ കമ്പ്യൂട്ടറാണ് മൈക്രോചിപ്പുകളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തത്? നാലാം തലമുറ. നിലവിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന തത്വം എന്ത്? വോൺ ന്യൂമാൻ്റെ തത്വം. മൈക്രോസോഫ്റ്റ് എഡ്ജ്, ബ്രേവ്, ലൈൻസ്, മാസ്റ്റോൺ, വിവാൽഡി, ക്രോമിയം, വാട്ടർ ഫോക്സ് ഇവ ഡാഷിന് ഉദാഹരണങ്ങളാണ്. വെബ് ബ്രൗസർ. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് പീരങ്കി ഫയറിംഗ് ടേബിളുകൾ കണക്കാക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിക്ക് വേണ്ടി നിർമ്മിച്ച കമ്പ്യൂട്ടർ ഏതാണ്? ENIAC. ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഏതൊക്കെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ചാൾസ് ബാബേജിന് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന പദവി കിട്ടിയത്? ഡിഫറൻസ് എൻജിൻ, അനലിറ്റിക്കൽ എൻജിൻ. ചാൾസ് ബാബേജ് തൻ്റെ അനലിറ്റിക്കൽ എൻജിൻ നിയന്ത്രിക്കാൻ സ്വീകരിച്ച ആശയം പഞ്ച്ഡ് കാർഡ്. ഒരു ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടറുകളെ ഡാഷിലൂടെ തിരിച്ചറിയുന്നു. IP വിലാസം, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്. ഒരു സന്ദേശം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രമാണത്തിൻ്റെ ആധികാരികതയും സമഗ്രതയും സാധൂകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗണിത സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകളുടെ സവിശേഷതകൾ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാച്ചുറൽ ലാംഗ്വേജുകൾ, ബയോചിപ്പുകൾ. ICANNൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ENIACൻ്റെ ഇൻ്റേണൽ മെമ്മറിയിൽ എത്ര വാക്കുകളെ വരെ സംഭരിക്കാൻ കഴിയുമായിരുന്നു? 20 വാക്കുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് സിനിമ ഏതാണ്? വിവാഹ്. ടിക്കറ്റ് പേയ്മെൻറ്റിനായി ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ ആരംഭിച്ച ആപ്ലിക്കേഷൻ IRCTC iPay. ആദ്യകാല വാണിജ്യ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണ് യൂണിവാക്. അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. സ്നോബോളിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സ്ട്രിംഗ് ഓറിയൻറ്റഡ് സിംബോളിക് ലാംഗ്വേജ്. ഡാഷ് എന്നത് CPUവിനുള്ളിലെ പൊതുവായി ഉപയോഗമുള്ള താൽക്കാലിക സംഭരണ യൂണിറ്റാണ്. രജിസ്റ്റർ. യാഹൂ വികസിപ്പിച്ചെടുത്തത് ആരൊക്കെ ചേർന്നാണ്? ഡേവിഡ് ഹിലോ, ജെറി യാങ്. ഗ്രാഫിക്കൽ ഐക്കണുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് സംവേദനാത്മകമായി നിർദ്ദേശങ്ങൾ, പ്രിൻറ്റിംഗ്, ക്ലോസിംഗ് പോലുള്ളവ അയക്കാൻ ഡാഷ് ഉപഭോക്താക്കളെ സഹായിക്കുന്നു. GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതാണ് GUI. ഒരു വെബ് ബ്രൗസർ പൊതുവെ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ക്ലയൻറ്റ്. JSTOR. ജസ്റ്റോറിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ജേണൽ സ്റ്റോറേജ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരേ സമയം രണ്ടോ അതിലധികമോ പ്രോഗ്രാമുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയെ എന്തു വിളിക്കുന്നു? മൾട്ടി പ്രോഗ്രാമിംഗ്. വേഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റുകൾ എന്നിവ
രണ്ടോ അതിലധികമോ ആപ്ലിക്കേഷനുകൾ ഉൾക്കൊള്ളുന്ന സോഫ്റ്റ്വെയർ പാക്കേജിനെ പറയുന്ന പേരെന്ത്? ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ പാക്കേജ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി റിച്ചാർഡ് സ്റ്റാൾമാൻ. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ റാം പ്രോസസ്സറിന് സമീപം സൂക്ഷിക്കുന്നത്? മെമ്മറി ആക്സസ് സമയം കുറയ്ക്കുന്നതിന്. വെർച്വൽ മെമ്മറി യുക്തിപരമായി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹാർഡ് ഡ്രൈവ്. ദ്വിദിശ ഡാറ്റ ഫ്ലോ അനുവദിക്കുന്ന ഡാറ്റ ട്രാൻസ്മിഷൻ രീതിയെ പറയുന്ന പേര് ഡ്യൂപ്ലെക്സ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ സംവേദനക്ഷമത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? മിക്കി. 64 ബിറ്റ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന OS ഏതിൻ്റെയാണ്? ലിനക്സ്. NTPയുടെ പൂർണ്ണരൂപം എന്താണ്? നെറ്റ്വർക്ക് ടൈം പ്രോട്ടോക്കോൾ. ARPയുടെ പൂർണ്ണരൂപം എന്ത്? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. AFTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാം? FTP, Voyager, Core FTP, Filezilla. ഒരു നിശ്ചിത കാലയളവിൽ ഒരു നെറ്റ്വർക്കിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്ന ബിറ്റുകളുടെ എണ്ണത്തെ പറയുന്ന പേരെന്താണ്? ബാൻഡ് വിഡ്ത്ത്. തത്സമയ ഡാറ്റ ലഭ്യമാക്കുന്നതിന് പശ്ചിമ ബംഗാളിലെ എയ്ഡ്സ് സ്റ്റേറ്റ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന വെബ് പോർട്ടൽ ഏതാണ്? ബംഗാൾ ശിക്ഷ പോർട്ടൽ. പ്രൈമറി ഗ്രേഡ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി വായനാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താൻ ഗൂഗിൾ ഇന്ത്യ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ബോലോ ആപ്ലിക്കേഷൻ. അബാക്കസിനെ കൗണ്ടിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നു. അത് അർത്ഥമാക്കുന്നത് ഡാഷ് എന്നാണ്. കാൽക്കുലേറ്റിംഗ് ബോർഡ്. ഒരു സെർവറിലെ ഒരു പ്രത്യേക പ്രക്രിയ തിരിച്ചറിയാൻ ഡാഷ് ഉപയോഗിക്കുന്നു. പോർട്ട് നമ്പർ. ഒരു മൈക്രോസോഫ്റ്റ് ആക്സസ് പ്രോജക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഏത് ഫയൽ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്? ADP. കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനം എന്താണ്? സമയവും നിയന്ത്രണ സിഗ്നലുകളും നൽകി മറ്റ് യൂണിറ്റുകളുടെ പ്രവർത്തനം നയിക്കുന്നു. ഒരു കമ്പ്യൂട്ടിംഗിൽ ഡാഷ് എന്നത് ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം നിർദ്ദേശമാണ്. കമാൻഡ്. കഴ്സർ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം റണ്ണർ. ഒരു സ്റ്റോറേജ് ഉപകരണത്തിലെ പ്രധാന ഫോൾഡറിനെ വിളിക്കുന്ന പേരെന്താണ്? റൂട്ട് ഡയറക്ടറി. ഏത് രജിസ്റ്ററാണ് CPUവിലെ പ്രവർത്തന മേഖലയായി ഉപയോഗിക്കുന്നത്? അക്യുമുലേറ്റർ. മൾട്ടി പ്രോഗ്രാം പരിതസ്ഥിതിയിൽ ഒരു പ്രോസസ്സിന് ഏത് സമയത്താണ് പ്രോസസ്സർ ലഭിക്കുന്നത് എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തീരുമാനിക്കുന്നു. ഈ പ്രവൃത്തികളെ എന്ത് വിളിക്കുന്നു? പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രോസസ്സറിൻ്റെയും ട്രാക്കുകളുടെയും പ്രോസസ്സിൻ്റെ നിലയും സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട പ്രോഗ്രാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ട്രാഫിക് കൺട്രോളർ. അടുത്തത് കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെയാണ് നോക്കുന്നത്? അതായത് നയപരമായ എല്ലാ വിഷയങ്ങളും ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കുന്നത്. കെ രാജൻ ലാൻഡ് റവന്യൂ സർവേ, ലാൻഡ് റെക്കോർഡ്സ്, പിന്നെ ഭൂപരിഷ്കരണം, ഹൗസിംഗ്. റോഷി അഗസ്റ്റിൻ ജലവിഭവം, ശുദ്ധജല വിതരണവും സാനിറ്റേഷനും ഭൂഗർഭജലം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി. AK ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം. അഹമ്മദ് ദേവർകോവിൽ തുറമുഖം, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖകൾ. ആൻ്റണി രാജു ഗതാഗതം, മോട്ടോർ വാഹനം, ജലഗതാഗതം. വി അബ്ദുറഹിമാൻ കായികം, വഖഫും ഹജ്ജ് തീർത്ഥാടനവും, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ. GR അനിൽ ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. KN ബാലഗോപാൽ ധനം, നാഷണൽ സേവിങ്സ്,
സ്റ്റോർസ് പർച്ചേസ്, വാണിജ്യ നികുതി, കാർഷികാദായ നികുതി, ട്രഷറി, ലോട്ടറി, സ്റ്റേറ്റ് ഓഡിറ്റ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KSFE, സ്റ്റേറ്റ് ഇൻഷുറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി. ആർ. ബിന്ദു ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, കാർഷിക, വെറ്ററിനറി, ഫിഷറീസ്, മെഡിക്കൽ ആൻഡ് ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ. എൻട്രൻസ് പരീക്ഷകൾ NCC, ASAP, സാമൂഹിക നീതി. ജെ. ചിഞ്ചുറാണി മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സംഘങ്ങൾ, മൃഗശാല, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി. MV ഗോവിന്ദൻ തദ്ദേശഭരണം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, നഗരാസൂത്രണം, മേഖലാ വികസന അതോറിറ്റികൾ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, എക്സൈസ്. PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്, ടൂറിസം. P. പ്രസാദ് കൃഷി, മണ്ണ് പരിവേഷണവും മണ്ണ് സംരക്ഷണവും, കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ. K. രാധാകൃഷ്ണൻ ദേവസ്വം, പട്ടികജാതി വർഗ ഇതര പിന്നോക്ക സമുദായ ക്ഷേമം, പാർലമെന്ററി കാര്യം. P. രാജീവ് വ്യവസായം, വ്യവസായ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവ, നിയമം, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറിയും ടെക്സ്റ്റൈൽസും, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കയറ്, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. സജി ചെറിയൻ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമ നിധി ബോർഡ്, യുവജനക്ഷേമം. വി. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, തൊഴിൽ, എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ്, തൊഴിൽ നൈപുണ്യവും പുനരധിവാസവും, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, വ്യവസായ ട്രൈബ്യൂണലുകൾ, ലേബർ കോടതി. വീണ ജോർജ് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, ആരോഗ്യ സർവകലാശാല, പാരമ്പര്യ വൈദ്യം, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, വനിതാ ശിശുക്ഷേമം. VN വാസവൻ സഹകരണ രജിസ്ട്രേഷൻ.